ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കക്ക സമൂസയാണ്. ഇതിനു വേണ്ടി ഒരു 1/2 കിലോ കക്കയാണ് ഞാൻ പുഴുങ്ങി അറെടുത്ത് മാറ്റി വച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം 2 സവാള, 2 പച്ചമുളക്, കുറച്ച് വേപ്പിലയും മല്ലിയിലയും കൂടി ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ആ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ 2 തണ്ട് വേപ്പില കൂടി ചേർക്കാം. അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ കക്ക പുഴുങ്ങി അറെടുത്തതാണ് ഇവിടെ ചേർക്കുന്നത്. എത്ര കക്ക കൂടുന്നോ അത്രയും സമോസയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. നമുക്കിങ്ങനെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർക്കണം. ഞാനിവിടെ സവാള വഴറ്റുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് പിന്നീട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ സമോസ ഷീറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ കൂട്ട് ഫില്ല് ചെയ്ത് അതിനെ ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ മൈദ വെള്ളത്തിൽ കലക്കിയത് ചേർത്താണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഇതിനെ പൊരിച്ചെടുക്കാം. നമ്മുടെ കക്ക സമൂസ ഇതാ റെഡിയായി കഴിഞ്ഞു. കക്ക ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ചെയ്തു നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു സമൂസയാണിത്. നല്ല ചൂടുള്ള എണ്ണയിലിട്ട് വേണം ഇതെപ്പോഴും വറുത്തെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യണം.